നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. 2025 മികച്ച ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർ ആരാണ്? IFFHS അതിൻ്റെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. IFFHS മെൻസ് വേൾഡ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർ 2025. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയ ടീമിന് വേണ്ടി അടിച്ച ഗോളുകൾ മാത്രമല്ല, ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിലെ മത്സരങ്ങളും അതിലെ ഗോളുകളും ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ അത് ഇൻ്റർനാഷണൽ മത്സരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തെ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഡൊമസ്റ്റിക് മത്സരങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന് മാത്രം. ക്ലബ്ബ് വേൾഡ് കപ്പിലെ പോരാട്ടങ്ങൾ അതും ഇൻ്റർനാഷണൽ ഗോളുകളിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെ 2025 ഏറ്റവും അധികം ഇൻ്റർനാഷണൽ ഗോളുകൾ നേടിയത് ആരാണ്? ഒന്നാം സ്ഥാനത്തുള്ളത് ഇസ്മായിൽ ഡയസ് ആണ്. പനാമക്കാരനായിട്ടുള്ള താരം യൂണിവേഴ്സിഡാഡ് കാറ്റോലിക്ക എന്ന ഇക്വഡോറിയൻ ക്ലബിന് വേണ്ടി കളിക്കുന്നു. അദ്ദേഹം 6 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിലും 7 ഗോളുകൾ ദേശീയ ടീമിനുമായിട്ട് അടിച്ചിട്ട് 13 ഗോളുകളോട് ഒന്നാം സ്ഥാനത്താണ്. രണ്ടാമത് ഹാരി കെയ്ന് 9 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം അടിച്ചു. 4 ഗോളുകൾ ദേശീയ ടീമിന് വേണ്ടി അടിച്ചു. 13 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെയും പേരിലുള്ളത്. പക്ഷേ ദേശീയ ടീമിനായിട്ട് കൂടുതൽ ഗോളുകൾ അടിച്ചതുകൊണ്ട് ഇസ്മായിൽ ഡയസ് ഒന്നാമതും ഹാരി കെയ്ൻ രണ്ടാമതുമാണ്. മൂന്നാമത് ഒസ്മാൻ ഡംബലെ 10 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിൽ 1 ഗോൾ ദേശീയ ടീമിന് വേണ്ടി 11 ഗോളുകളുമായിട്ട് അദ്ദേഹം മൂന്നാമത് നിൽക്കുമ്പോൾ സെർഹോ ഗിറാസി 11 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ. അദ്ദേഹത്തിന് പക്ഷേ ഇൻ്റർനാഷണൽ ഗോളുകൾ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള ഗോളുകളില്ല. 11 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിൽ നേടിയിട്ടുണ്ട്. എർലിംഗ് ഹാലൻഡാണ് തൊട്ടുപുറകിലുള്ളത്. 10 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. 6 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിലും 4 ഗോളുകൾ ദേശീയ ടീമിനായിട്ടും. ഏഞ്ചൽ സെപ്പുൽവേഡ അദ്ദേഹത്തോടൊപ്പം തന്നെ 10 ഗോളുകളുമായിട്ടുണ്ടെങ്കിലും ഒറ്റ ഗോളേ ദേശീയ ടീമിനായിട്ടുള്ളൂ. ബാക്കി 9 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിലാണ്. മെക്സിക്കോക്കാരനായിട്ടുള്ള താരം അതുകൊണ്ട് 6ാം സ്ഥാനത്ത്. ലൗട്രോ മാർട്ടിനസ് ആണ് 7ാം സ്ഥാനത്ത്. 10 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ 10 ഗോളുകളുമായിട്ട് അദ്ദേഹം 7ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഡെഫു അദ്ദേഹം 8 ഗോളുകൾ ദേശീയ ടീമിനായിട്ട് അടിച്ചു. അങ്കോളയുടെ കളിക്കാരനാണ്. ദെൻ ജൊനാഥൻ ഡേവിഡ് ആണ് 9ാം സ്ഥാനത്ത്. 3 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിലും 5 ഗോളുകൾ ദേശീയ ടീമിനായിട്ട് അടിച്ച് 8 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. 10ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയും 8 ഗോളുകളുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും 6 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിലാണ്. 2 ഗോളുകളാണ് ദേശീയ ടീമിനായിട്ടുള്ളത്. വാഞ്ചലിസ് പാവലിഡീസ് ആണ് 11ാം സ്ഥാനത്തുള്ളത്. 7 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിലും 1 ഗോൾ ദേശീയ ടീമിനുമായിട്ട് അടിച്ച് 8 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സലേം അൽ ദൗസാരി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലും 7 ഇൻ്റർനാഷണൽ ക്ലബ്ബ് കോമ്പറ്റീഷൻ ഗോളുകളും 1 ഗോള് ദേശീയ ടീമിനായിട്ട് അടിച്ചിട്ട് അദ്ദേഹവും 12ാം സ്ഥാനത്ത് നിൽക്കുന്നു. റാഫീഞ്ഞ ഇതേപോലെ തന്നെ 7 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനിൽ. 1 ഗോൾ ദേശീയ ടീമിന് അടിച്ചു. അദ്ദേഹവും 8 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം 13ാമത്. 14ാമതാണ് റയോ ജെർമൈനുള്ളത്. ജാപ്പാനീസ് താരമാണ്. അദ്ദേഹം 2 ഗോളുകളാണ് ക്ലബ് കോമ്പറ്റീഷനിൽ നേടിയത്. 5 ഗോളുകളാണ് ദേശീയ ടീമിനായിട്ട് അടിച്ചത്. 7 ഗോളുകളുമായിട്ട് അദ്ദേഹം 14ാമത് നിൽക്കുമ്പോൾ 15ാമതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 4 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷനുകളിലും 3 ഗോളുകൾ ദേശീയ ടീമിനായിട്ടുമാണ് നേടിയത്. അങ്ങനെ 7 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. ലാമിൻ യമാൽ തൊട്ടുപുറകിൽ. അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്. 4 ഇൻ്റർനാഷണൽ ക്ലബ് ഗോളുകളും 3 ദേശീയ ടീമിനായിട്ടുള്ള ഗോളുകളും. അങ്ങനെ 7 ഗോളുകളുടെ ലിസ്റ്റിൽ അദ്ദേഹവും നിൽക്കുന്നു. ലിയോ മെസ്സി ഈ ഒരു ലിസ്റ്റിലുണ്ട്, പക്ഷേ 29ാം സ്ഥാനത്താണ്. 6 ഗോളുകൾ ഇൻ്റർനാഷണൽ ക്ലബ് കോമ്പറ്റീഷൻ അദ്ദേഹം നേടി. ദേശീയ ടീമിനായിട്ട് ഈ വർഷം അദ്ദേഹത്തിൻ്റെ വക ഗോളില്ല. അങ്ങനെ 6 ഗോളുകളുമായിട്ട് അദ്ദേഹം ഈ ലിസ്റ്റിൽ 29ാം സ്ഥാനത്ത് നിൽക്കുന്നു. കൃത്യമായ കണക്ക് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലിസ്റ്റിൽ 15ാമതാണ്. ലിയോ മെസ്സി 29ാം സ്ഥാനത്താണ്. ഏതായാലും ഇത് ഈ ഒരു മാസം വരെയുള്ള കണക്കാണ്. ഈ വർഷം ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇതിൽ ആരൊക്കെ മുന്നോട്ടേക്ക് വരും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.